കടക്കുമ്പിളിൽ നിന്നും വഴുതി മാറി ക്രൈസ്തവർ. ക്രിസ്ത്യൻ വിഭാഗത്തെ ആകർഷിക്കാനുള്ള ബിജെപിയുടെ നീക്കങ്ങൾ കേരളത്തിൽ പൊളിഞ്ഞെന്ന് സംഘപരിവാർ നേതൃത്വം. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും പ്രതീക്ഷിച്ച സഹകരണം ലഭിച്ചില്ലെന്ന് വ്യക്തമാക്കി RSS നേതൃത്വം. BJP ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും മത്സരിപ്പിച്ചത് 1926 സ്ഥാനാർത്ഥികളെ ആയിരുന്നു. എന്നാൽ ജയിച്ചത് വെറും 25 പേർ മാത്രം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, PC ജോർജ്, ഷോൺ ജോർജ് തുടങ്ങിയ നേതാക്കൾ ഉണ്ടായിട്ടും കോട്ടയത്ത് പോലും നേട്ടമുണ്ടാക്കാനായില്ല. PC ജോർജിന്റെയും മകന്റെയും സാന്നിധ്യം ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കിയെന്നും ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ പീഡനം തിരിച്ചടിയായെന്നുമാണ് വിലയിരുത്തൽ. ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനായില്ലെന്ന് മാത്രമല്ല, അതിന് ശ്രമിച്ചത് വഴി ഹിന്ദു വോട്ടുകൾ നഷ്ടമായെന്നുമുള്ള വിലയിരുത്തലിലാണ് BJP RSS നേതൃത്വങ്ങൾ. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നും കണ്ടെത്തി മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികളിൽ 1.3% മാത്രമാണ് വിജയിച്ചതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ പ്രഖ്യാപിത നിലപാടായ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് തിരിച്ചു പോകണമെന്ന അഭിപ്രായമാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് 1926 സ്ഥാനാർത്ഥികളെയാണ് 14 ജില്ലകളിലായി BJP മത്സരിപ്പിച്ചത്. അതിൽ 25 പേർ മാത്രമാണ് വിജയിച്ചത്. 8 ജില്ലകളിൽ മാത്രമാണ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാനായത്. കേന്ദ്രമന്ത്രി അടക്കം ഒരുപാട് നേതാക്കളുള്ള കോട്ടയം ജില്ലയിൽ പോലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. കോട്ടയത്ത് 96 സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ 12 പേർ മാത്രമാണ് ജയിച്ചത്. PC ജോർജും മകൻ ഷോൺ ജോർജും പാർട്ടിയിലെത്തിയിട്ടും പാർട്ടിക്ക് ഗുണമുണ്ടായില്ല എന്നു മാത്രമല്ല, ഇരുവരുടെയും പാർട്ടിയിലുള്ള സാന്നിധ്യം മിക്ക സഭാ മേലധ്യക്ഷന്മാർക്കും BJPയോട് അകലം പാലിക്കാൻ കാരണമായിട്ടുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. 2020 തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതത്തിലേക്ക് BJPക്ക് എത്താനായില്ല. എന്നാൽ ഹിന്ദുത്വത്തിലൂന്നി പ്രചാരണം നയിച്ച തിരുവനന്തപുരത്തും തൃപ്പൂണിത്തുറയിലും പാർട്ടി വിജയിച്ചു കയറിയത് നേതൃത്വത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. മുൻ കൗൺസിലറും RSS നേതാവുമായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യ നടന്നിട്ടും അവിടെ RSS പ്രചാരകൻ ഇറക്കി പ്രചാരണം നടത്തി വാർഡ് തിരിച്ചുപിടിക്കുകയായിരുന്നു. മാറ്റം അനിവാര്യമാണെന്നും ഈ സംഭവത്തിന്റെ പേരിൽ RSSന്റെ രാഷ്ട്രീയ മുഖമായ BJP തോൽക്കാൻ പാടില്ലെന്നുമായിരുന്നു RSS വീടാന്തരം നടത്തിയ പ്രചാരണത്തിന്റെ കാതൽ. ആ പ്രചാരണം ഫലം കണ്ടത് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് മടങ്ങാനുള്ള സൂചനയാണ് പാർട്ടിക്ക് നൽകുന്നത്. BJPക്ക് ലോക്സഭാംഗമുള്ള തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിലും കനത്ത തിരിച്ചടിയാണ് BJPക്കുണ്ടായത്. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ ലഭിച്ചില്ലെന്നും വിലയിരുത്തപ്പെടുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംഘപരിവാർ ആക്രമണങ്ങളിൽ പെടുന്ന വൈദികർക്കും കന്യാസ്ത്രീകൾക്കും കേരളവുമായുള്ള ബന്ധമാണ് BJPക്ക് വിനയായി മാറിയത് എന്നു വേണം കരുതാൻ. അവിടെ പള്ളികളിൽ കയറി ആക്രമണം നടത്തിയിട്ടും അതിനെ അപലപിക്കാൻ BJP കേരള കേന്ദ്ര നേതൃത്വങ്ങൾ തയ്യാറാകാത്തതിൽ ക്രൈസ്തവ സമൂഹത്തിന് ശക്തമായ അതൃപ്തിയുണ്ട്. സംസ്ഥാനത്തും രാജ്യത്തും RSSന്റെ അജണ്ട നടപ്പാകില്ലെന്നും അതിനുവേണ്ടി ക്രൈസ്തവ രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറാണെന്നുമുള്ള ഓർത്തഡോക്സ് പരമാധ്യക്ഷന്റെ മുന്നറിയിപ്പും സംഘപരിവാർ BJP നേതൃത്വങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്ക് പ്രകാരം BJP നേതൃത്വം നൽകുന്ന NDAയുടെ വോട്ട് വിഹിതം 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിലെ നേട്ടത്തിനടുത്തുപോലും എത്തിയിട്ടില്ല. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം പിടിക്കാനായതും നഗരങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാനായതും വലിയ നേട്ടമായിട്ടാണ് BJP വിലയിരുത്തുന്നത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 12-ന് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കും. നേമത്തെ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും സീറ്റ് ഉറപ്പിച്ചു. K സുരേന്ദ്രന്റെ പേരാണ് പാലക്കാട് സജീവ പരിഗണനയിലുള്ളത്. ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്താണ് പരിഗണിക്കുന്നതെങ്കിലും ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന അനുകൂല ഘടകവും കണക്കിലെടുത്തേക്കും. പാലായിൽ ഷോൺ ജോർജ്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. BJP കേരളത്തിൽ 10-നടുത്ത് സീറ്റ് നേടിയാൽ കേരളം അടുത്ത തവണ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക BJP ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.